ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ തയ്യാറാക്കുന്നതെന്നറിയോ? ബ്രെഡൊക്കെ ബാക്കി വരുമ്പോൾ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വന്നില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ബ്രെഡ് ഉണ്ടാവുമല്ലോ മിക്ക വീടുകളിലും. ആ ബ്രെഡും പഴവും 2 മുട്ടയും കൂടി ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ, കുഞ്ഞുങ്ങൾക്കെന്നല്ല ഏത് പ്രായക്കാർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറയാം. ലഞ്ചിനെടുക്കാം, വേണമെങ്കിൽ ഡിന്നറിനെടുക്കാം, സ്നാക്കായിട്ട് എടുക്കാം. അങ്ങനെ എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു റോബസ്റ്റ പഴവും ഒരു 4 പീസ് ബ്രെഡും 2 മുട്ടയും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പാൻ കേക്ക് റെഡിയാക്കാമേ. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 5 പീസ് ബ്രെഡാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ പീസ് ബ്രെഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 4 മതിയാവും. പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴം, 2 മുട്ട, പിന്നെ അതിനകത്തേക്ക് വേണ്ടത് പഞ്ചസാര വേണം. പിന്നെ സിനമൺ പൗഡറോ ഏലക്കാപ്പൊടിയോ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ അത് നിർബന്ധമല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പൊടിച്ച കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ ഈക്വൽ അളവിലെടുത്തിട്ട് പൊടിച്ച കുറച്ച് പൊടിയുണ്ടായിരുന്നു. ഞാൻ അതാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ കറുവാപ്പട്ട മാത്രം പൊടിച്ച് ചേർത്താൽ മതി. അല്ല, ഏലക്കയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. പക്ഷേ ഏലക്കായെക്കാട്ടിലും ശരിക്കും എന്തായാലും ടേസ്റ്റ് കറുവാപ്പട്ടയുടെ പൊടിക്ക് തന്നെയായിരിക്കും. പക്ഷേ അത് ഒരിക്കലും നിർബന്ധമുള്ളൊരു കാര്യമല്ലേ. ഇത് നമുക്ക് ഫോർക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെയോ നമുക്ക് ആ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയുക, പഴം ഉടച്ചിട്ട് ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. അത് പെട്ടെന്ന് അതിൻ്റെ നിറം അങ്ങ് മാറുമേ. ഇപ്പം അതിൻ്റെ സൈഡിലോട്ട് തന്നെയല്ലേ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അത് എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ബ്രെഡെല്ലാം അതിനകത്തോട്ടിട്ട് ഒന്നിലും നമുക്ക് പിച്ചി ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫോർക്ക് കൊണ്ട് അങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. പക്ഷേ അതൊന്ന് പൊടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലോട്ട് കുറച്ച് പാൽ ഒഴിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കുതിർന്ന് കിട്ടുമല്ലോ. അല്ലെങ്കിലും ഇതിന് പാലിൻ്റെ ആവശ്യമുണ്ട്. കുതിരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പാലും കൂടെ ഒഴിച്ചാലേ നമുക്ക് ആ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ആവത്തുള്ളൂ. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പാലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളോട് കറക്റ്റ് കണക്ക് പറയാനായിട്ട് ഞാൻ കുറേശ്ശെയാണ് എല്ലാം ചേർക്കുന്നത്. ഇപ്പോൾ ദേ 2ാമത്തെ ടേബിൾ സ്പൂൺ പാലൊഴിച്ചു. ഇനി ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ പാലൊഴിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ മൊത്തം ഈ പാൻ കേക്കിന് ചേർക്കുന്നത് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെയാണ്. 1/4 കപ്പെന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോഴേക്കും എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാൻ അവസാനത്തെ ആ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തു. പിന്നെ അവസാനം ചേർത്ത ആ പൊടി നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു കൂട്ട് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പാത്രം തന്നെ വേണമെന്നില്ല. ഏതൊരു നോൺ സ്റ്റിക്ക് പാനിലോ സാധാരണ ഒരു പാനിലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഏതിലാണോ അതിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകിൽ ബട്ടർ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സൺഫ്ലവർ ഓയിലായിരിക്കും ഇതിന് കുറച്ചുകൂടെ നല്ലത്. ഇത് ശരിക്കും പുറത്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാൻ കേക്ക് റെസിപ്പി അല്ല കേട്ടോ. അതിന് നമ്മൾ സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ അങ്ങനെയുള്ളതൊക്കെ ചേർക്കണം. ഇതങ്ങനെയുള്ളതൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനും ഒക്കെ പറ്റിയ ഒരു പാൻ കേക്കാണിത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ കണ്ടല്ലോ, ഒരു സൈഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആ സൈഡ് ആയി കഴിയുമ്പോഴേക്കും അതൊരു ഇച്ചിരി നേരം എടുക്കും കേട്ടോ. കാരണം പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് മൂടി വെക്കണം ഒഴിച്ചു കഴിഞ്ഞിട്ട്. ആ ഒരു സൈഡായി കഴിയുമ്പം മറു സൈഡിലോട്ട് മറിച്ചിട്ടിട്ട് ആദ്യത്തെ ആ ഒരു താഴെ ഭാഗത്തല്ലേ നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും കൊണ്ട് ബട്ടർ ആവാനായിട്ട് അവിടെയും കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കുറേ കൂടി ഒരു ടേസ്റ്റ് കിട്ടും, കുറേ കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ 3 പാൻ കേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ശേലായിരിക്കുന്നു അല്ലേ. ഈ ഒരളവിൽ ഞാനെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രെഡ്, പഴം, മുട്ട, പഞ്ചസാരയൊക്കെ ഞാൻ ഈ ഒരളവിൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 7 പാൻ കേക്കാണ് കിട്ടിയത്. ഈ വലുപ്പത്തിലുള്ള 7 പാൻ കേക്ക്. ഇപ്പം 2ാമത്തെ സെറ്റായിട്ടുള്ള 3 പാൻ കേക്കിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തേനോ ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഒഴിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് മേപ്പിൾ സിറപ്പ് ഉണ്ടായിരുന്നത് കാരണം, പാൻ കേക്കിനൊക്കെ ഒഴിക്കുന്ന മേപ്പിൾ സിറപ്പ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ മേപ്പിൾ സിറപ്പാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതില്ലെന്നുണ്ടെങ്കിൽ തേൻ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പനമ്പാനി കിട്ടുമല്ലോ ചില സ്ഥലത്തൊക്കെ, കാഞ്ഞിരപ്പള്ളി പാല സൈഡിലോട്ടൊക്കെ പനമ്പാനി കിട്ടും. പനമ്പാനി കിട്ടുമെന്നുണ്ടെങ്കിൽ അതുപയോഗിക്കാം. പക്ഷേ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടമാകുന്നത് മേപ്പിൾ സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സോസോ ആയിരിക്കും. ചോക്ലേറ്റ് ഗണാഷ് ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി ലൂസായിട്ട് 2:1 റേഷ്യോയിൽ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ 7 പാൻ കേക്കും ഒന്നിച്ചിങ്ങനെ മേലോട്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് മേപ്പിൾ സിറപ്പും ഒക്കെ ഒഴിച്ച് നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കുവാണേ. ഈ ഒരളവിൽ ശരിക്കും എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഫാമിലിക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഇത്രയും നമുക്ക് ധാരാളം മതിയാവും. അല്ല, നിങ്ങൾക്ക് കുറേ കൂടെ പാൻ കേക്കിൻ്റെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ എന്തുമാത്രം എടുക്കണം എന്നുള്ളത്. ഒരു പഴവും 2 മുട്ടയും 4-5 പീസ് ബ്രെഡും ഒക്കെ കൊണ്ടുണ്ടാക്കിയാൽ ഇത്രയും കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ എടുക്കുകയോ കുറവെടുക്കുകയോ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന റെസിപ്പി അനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്